6 മാസത്തിനുള്ളിൽ ദുബായിൽ വിതരണം ചെയ്തത് 66,000 ഗോൾഡൻ വിസകൾ. 10 ലക്ഷത്തോളം റെസിഡൻസി വിസകളും ഇക്കൊല്ലം അനുവദിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം ദുബായിലേക്കുള്ള സന്ദർശകരുടെ പ്രവാഹത്തെ കാര്യമായി ബാധിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കണക്കുകൾ. ദുബായ് GDRFA ആണ് ഇക്കൊല്ലം ആദ്യ 6 മാസങ്ങളിൽ അനുവദിച്ച വിസ കണക്കുകളും റെസിഡൻസി പെർമിറ്റുകളുടെ വിവരങ്ങളും പുറത്തുവിട്ടത്. ആകെ സേവനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധന ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലുണ്ടായി. 10,51,978 റെസിഡൻസി പെർമിറ്റുകൾ ഇക്കാലയളവിൽ വിതരണം ചെയ്തു. 9,10,552 റെസിഡൻസി പെർമിറ്റുകൾ പുതുക്കി. 50,78,078 എൻട്രി പെർമിറ്റുകളാണ് 6 മാസത്തിനുള്ളിൽ അനുവദിച്ചത്. ഗോൾഡൻ വിസയുടെ കാര്യത്തിലും ഇക്കാലയളവിൽ വർധനയുണ്ട്. 66,000 ഗോൾഡൻ വിസകൾ വിതരണം ചെയ്തതായി ദുബായ് GDRFA വ്യക്തമാക്കി. ഇതോടെ ഇക്കൊല്ലം ആദ്യ പകുതിയിൽ മാത്രം 70 ലക്ഷത്തിലധികം എൻട്രി പെർമിറ്റുകളും റെസിഡൻസി പെർമിറ്റുകളും 10,000 കണക്കിന് ഗോൾഡൻ വിസകളും താമസ കുടിയേറ്റക്കാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു. വകുപ്പിൽ നടപ്പാക്കിയ ഡിജിറ്റൽ വൽക്കരണം സേവനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിച്ചു. ഇതോടെ ഉപഭോക്താക്കളുടെ സംതൃപ്തി 95% ഭാവിയിലും മികച്ച സേവനം ഉറപ്പാക്കുമെന്നും GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അറിയിച്ചു. 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭ്യമാക്കിയത് പ്രവാസികൾക്ക് കൂടുതൽ ആശ്വാസമാകും. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിരമിച്ചവർക്കുള്ള റിട്ടയർഡ് റെസിഡൻസി പദ്ധതിയും ഡയറക്ടറേറ്റ് തുടരുകയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.